ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു അസുഖമാണ് അലർജി എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ ഈ ഒരു അലർജിയുടെ ബുദ്ധിമുട്ട് കൊണ്ട് വിവിധ ലക്ഷണങ്ങൾ അനുഭവിക്കാറുണ്ട്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അലർജിയെക്കുറിച്ചാണ്. ഞാൻ ഡോക്ടർ അബ്ദുൽ ഷാക്കിർ, ഹോമിയോപ്പതി ഫിസിഷ്യനാണ്. അലർജി എന്ന് പറയുന്നത് ഒരാളുടെ ഒരു ശരീരത്തിൻ്റെ പ്രതികരണ ശേഷി അമിതമാകുന്നതിനെയാണ് നമ്മൾ അലർജി എന്ന് പറയുന്നത്. ശരീരത്തിലേക്ക് ഒരു അലർജൻ അഥവാ ശരീരത്തിലേക്ക് എന്തെങ്കിലും ഒരു ടൈപ്പ് പ്രോട്ടീന് എൻ്റർ ആകുമ്പോൾ ബോഡി അതിനെ പ്രതികരിക്കുന്നതിനെയാണ്, അത് അമിതമാകുന്നതിനെയാണ് അലർജി എന്ന് പറയുന്നത്. അലർജി ആളുകളിൽ നമ്മൾ വിവിധ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ശരീരത്തിൻ്റെ ഓരോ ഭാഗത്ത് വിവിധ തരത്തിലുള്ള ലക്ഷണങ്ങളാണ് അലർജി ഉണ്ടാക്കാറ്. നമ്മൾ എക്സാമ്പിളായിട്ട് നമുക്ക് സ്കിന്നിൽ കാണുമ്പോൾ സ്കിന്നിൽ പല ടൈപ്പ് അലർജികൾ ഉണ്ടാവാറുണ്ട്. അലർജിക്ക് എക്സിമ ഉണ്ടാവാറുണ്ട്, അലർജിക്ക് അർട്ടിക്കേരിയ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ കണ്ണിലാണെങ്കിൽ നമ്മൾ കണ്ണ് ചൊറിച്ചിലായിട്ട് അതിൻ്റെ ലക്ഷണങ്ങൾ കാണാറുണ്ട്. അതുപോലെ തന്നെ മൂക്കിലാണെങ്കിൽ നമുക്ക് തുമ്മൽ, മൂക്കടപ്പ്, ഇതുപോലുള്ള ലക്ഷണങ്ങളൊക്കെ നമ്മൾ അലർജിയുടെ ഭാഗമായിട്ട് തന്നെ കാണാറുണ്ട്. തൊണ്ടയിൽ നമ്മൾ അലർജിയുടെ ലക്ഷണങ്ങളായിട്ട് കാണുന്നത് തൊണ്ട ചൊറിച്ചിലായിട്ടാണ് പലപ്പോഴും കാണാറ്. അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് ചെറിയ രീതിയിൽ നീർക്കെട്ട് വരുന്നതിന് പോലെയൊക്കെ നമ്മൾ അലർജിയുടെ ലക്ഷണങ്ങളായിട്ട് കാണാറുണ്ട്. അതുപോലെ ശ്വാസകോശത്വവും അതേപോലെ ബ്രോങ്കൈറ്റിസ് പോലെയൊക്കെ നമ്മൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ അലർജിയുടെ ലക്ഷണങ്ങൾ കാണാറുണ്ട്. ഈ അലർജി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്ത രൂപത്തിലായിരിക്കും. അവരുടെ ശരീരഘടനയ്ക്കനുസരിച്ചോ അല്ലെങ്കിൽ അവർ എക്സ്പോഷർ ആവുന്ന അലർജൻ അനുസരിച്ചൊക്കെ വിവിധ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. അലർജിയുടെ ലക്ഷണത്തിൻ്റെ ഇൻറ്റൻസിറ്റി, അതുപോലെ അതിൻ്റെ ഒരു റിയാക്ഷൻ ഒക്കെ വിവിധ ഗ്രേഡുകളിലായിട്ടാണ് ഓരോരുത്തരിലും കാണപ്പെടാറ്. ശരീരത്തിലേക്ക് എന്തെങ്കിലും അതായത് നമ്മൾ സ്മെല്ല് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഇൻഹേൽ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നമ്മുടെ കോണ്ടാക്റ്റ് വരുന്ന രീതിയിലുള്ള സംഭവങ്ങളാവാം. അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിലേക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിനൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലമായിട്ടൊക്കെ ആവാം. ഇങ്ങനെ പലതരത്തിലാണ് നമ്മൾ അലർജിയുടെ ലക്ഷണങ്ങളും അതിൻ്റെ കാരണങ്ങളൊക്കെ കാണുന്നത്. ഇതിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് ലക്ഷണങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട വരുന്നതാണ് ഒന്ന് പൊടി തട്ടുമ്പോൾ തുമ്മുക, അല്ലെങ്കിൽ പൊടി തട്ടുമ്പോൾ ചൊറിച്ചിൽ വരിക, അല്ലെങ്കിൽ കണ്ണ് ചൊറിയുക. ഇത്തരത്തിലുള്ള ഡസ്റ്റുമായിട്ടുള്ള ഒരു അലർജി നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരിലും കാണുന്നതാണ്. കാരണം ഈ ഒരു ഡസ്റ്റിന് അധികം ആളുകളും എക്സ്പോസ് ആവുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള അലർജി കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു അലർജിയാണ് നമ്മുടെ തണുപ്പിനെതിരെയുള്ള അലർജി എന്ന് പറയുന്നത്. തണുപ്പാവുമ്പോൾ ആളുകൾക്ക് ചൊറിച്ചിലോ അല്ലെങ്കിൽ തുമ്മലോ അല്ലെങ്കിൽ കണ്ണ് ചൊറിച്ചിലോ തൊണ്ട ചൊറിച്ചിലോ അല്ലെങ്കിൽ ആസ്മയോ ശ്വാസം മുട്ടൽ പോലെയുള്ള അസുഖങ്ങളൊക്കെ അധികമാവുന്നത് ഈ ഒരു തണുപ്പിനോടുള്ള ഒരു പ്രതികരണശേഷിയുടെ ഭാഗമായിട്ടാണ്. ശരീരം അമിതമായിട്ട് ഈ തണുപ്പിനെതിരെ പ്രതികരിക്കുകയും ചെയ്യും. ഇത് എല്ലാവരിലും ഇതുപോലെ കണ്ടോളണം എന്നില്ല, എങ്കിലും അധികം ആളുകളിലും നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന രണ്ട് അലർജികളാണ് ഡസ്റ്റ് അലർജി, അതുപോലെ തന്നെ തണുപ്പിനായിട്ട് അലർജി. പിന്നെ വിവിധ അലർജികളുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോരുടെ ജോലിയും അവരുടെ ജീവിതശൈലിയും അവർ താമസിക്കുന്ന ഏരിയയൊക്കെ അനുസരിച്ച് അവർക്ക് വ്യത്യസ്തമായ അലർജികൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പൊടി അലർജി ആണെങ്കിൽ തന്നെ നമുക്ക് പുതിയ പൊടികൾക്കുള്ള അലർജിയും, അതുപോലെ തന്നെ നമുക്ക് പഴയ പൊടി അഥവാ വീടൊക്കെ തട്ടുമ്പോഴുള്ള പൊടി, നമ്മുടെ പുതപ്പുകളിലോ അല്ലെങ്കിൽ നമ്മുടെ സോഫ സെറ്റിയിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് കർട്ടനിലൊക്കെ കാണുന്ന വിവിധ പൊടികളുണ്ട്. ഇത്തരത്തിലുള്ളൊക്കെ ഡസ്റ്റ് മൈറ്റ് ഉണ്ടാക്കുന്ന, ഹൗസ് ഡസ്റ്റ് മൈറ്റൊക്കെ ഉണ്ടാക്കുന്ന വിവിധ അലർജികൾ നമ്മൾ കാണപ്പെടാറുണ്ട്. ഇനി അലർജി നമുക്ക് എന്ത് വസ്തുവാണ് നമുക്ക് അലർജി ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടെസ്റ്റുകളുണ്ട്. അതിൽ വരുന്നതാണ് സ്കിൻ പ്രിക്ക് ടെസ്റ്റും അതുപോലെ സ്കിൻ പാച്ച് ടെസ്റ്റും. ബ്ലഡിൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് സീറം IgEയും അതുപോലെ തന്നെ AEC എന്ന് പറയുന്ന രണ്ട് ടെസ്റ്റുകൾ. ഇത് നമുക്ക് എത്രത്തോളം അളവ് ശരീരത്തിൽ അലർജിയുടെ അളവ് കൂടുന്നുണ്ട്, ഇമ്മ്യൂണോഗ്ലോബുലിൻ അധികമാവുന്നുണ്ട്, അതുപോലെ ഈസിനോഫിലിയ എന്ന കണ്ടീഷൻ ഉണ്ട്, അത് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് AECയും IgEയും. കറക്റ്റായിട്ട് നമുക്ക് ഏത് വസ്തുവാണോ നമുക്ക് അലർജി ഉണ്ടാക്കുന്നത് അറിയാനുള്ള ഒരു ടെസ്റ്റാണ് അലർജി പാനൽ ടെസ്റ്റ്. അതുപോലെ തന്നെ അതിൽ വരുന്നതാണ് നമ്മളെ സ്കിൻ പ്രിക്ക് ടെസ്റ്റും സ്കിൻ പാച്ച് ടെസ്റ്റും. ഇത് നമുക്ക് ശരീരത്തിൽ കറക്റ്റായിട്ട് ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് ഏത് വസ്തുവാണോ അലർജി ഉണ്ടാക്കുന്നത് തിരിച്ചറിയാനുള്ളതും, അതുപോലെ തന്നെ പുറത്ത് നമ്മൾ ഒട്ടിച്ച് വെച്ചതിന് ശേഷം നമുക്ക് അലർജി ഉണ്ടാക്കുന്നുണ്ടോ, ആ റിയാക്ഷൻ കാണുന്നുണ്ടോ എന്നുള്ളൊരു ടെസ്റ്റൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ. ഇത് നമുക്ക് അറിയുന്നത് വഴി നമുക്ക് മരുന്നിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ചികിത്സയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് മെഡിസിൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ ഈ ഒരു അലർജി ടെസ്റ്റ് നമുക്ക് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് IgEയും AEC എന്ന് പറയുന്ന രണ്ട് ടെസ്റ്റുകളും. ഇത് ശരീരത്തിലോ ഒക്കെ അധികമായിട്ട് കാണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ അലർജി കൂടുന്നതിനനുസരിച്ച് ഇത് കാലപ്പഴക്കത്തിനൊക്കെ അനുസരിച്ച് തന്നെ നമ്മുടെ ഈ ഒരു IgEയും AECയിലൊക്കെ ലെവലിൽ വ്യത്യാസങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ ഈ IgE AEC എന്ന് പറയുന്ന ടെസ്റ്റുകളൊക്കെ നമുക്ക്
അവരുടെ ചികിത്സയുടെ ഭാഗമായിട്ടും വളരെ ഹെൽപ്ഫുള്ളായിട്ട് കാണപ്പെടാറുണ്ട്. ഇനി അലർജി ഉള്ള ആളുകൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവർ എന്ത് വസ്തുവാണോ അവർക്ക് അലർജി ഉണ്ടാക്കുന്നത് എന്ന് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത് അവർക്ക് തന്നെ ആയിരിക്കും. കാരണം അവർ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർ ഈ ഒരു ഇതിന് എക്സ്പോസ് ആവുമ്പോഴോ ഒക്കെ ആയിരിക്കും അവരുടെ ശരീരത്തിൽ ഈ ഒരു റിയാക്ഷൻ കാണിക്കുന്നത്. അത്തരത്തിലെ ആളുകൾ കീപ്പ് ചെയ്യേണ്ട ഒരു സംഭവമാണ് അലർജിക് ഡയറി എന്ന് പറയുന്ന ഒരു ഡയറി. അവർ കഴിക്കുന്നതോ അല്ലെങ്കിൽ എക്സ്പോസ് ആവുന്ന സംഭവങ്ങളോ ഒക്കെ അത് കറക്റ്റായിട്ട് അതിൽ നോട്ട് ചെയ്യും. ഇത് നിങ്ങളൊരു ചികിത്സിക്കുന്ന ഡോക്ടറെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ടെസ്റ്റുകളും മരുന്നുകളും ഒക്കെ ഡോക്ടർ നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നതായിരിക്കും. കോമൺ ആയിട്ട് കാണുന്ന നമ്മുടെ അലർജികൾക്കുള്ള പൊടി, അതുപോലെ തണുപ്പ്, ഇത്തരത്തിലുള്ള അലർജികൾക്ക് ഡസ്റ്റ് മൈറ്റ്, ഇത്തരത്തിലുള്ള അലർജികൾക്ക് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് അടുത്തത് പറയുന്നത്. അതിൽ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മളെ ബെഡ്ഷീറ്റ്, അതുപോലെ തലയണയുടെ കവറ്, ഇതൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. അതുപോലെ റൂമിലുള്ള വായുസഞ്ചാരം ഒക്കെ കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുകയും ചെയ്യാം. അതുപോലെ നമ്മൾ ഫാന്, AC-യുടെ ഫിൽറ്റർ, ഇത്തരത്തിലുള്ളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. അതുപോലെ അലർജി ഉള്ള ആളുകൾ താമസിക്കുന്ന റൂം ഇടയ്ക്കിടയ്ക്കൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുകയും അവരുടെ പുതപ്പോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ കർട്ടന്, സോഫ, ഇത്തരത്തിലുള്ള ഇതൊക്കെ ക്ലീൻ ചെയ്യുകയും വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. എക്സ്പോഷർ കുറക്കുന്നത് വഴി നമുക്ക് അവരിൽ അലർജി ട്രിഗർ ആവുന്നത് മാക്സിമം കുറക്കാൻ പറ്റും. അലർജി ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കുന്നതാണ് മാസ്ക്, അവരുടെ പൊടിയായിട്ടുള്ള എക്സ്പോഷർ കുറക്കാനോ. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മാസ്ക്, അത്തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇൻഡസ്ട്രിയൽ മാസ്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവർക്ക് ഈ ഒരു എക്സ്പോഷർ കുറക്കാൻ പറ്റുന്നതാണ്. പിന്നെ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്ര, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു അലർജിയുടെ ബുദ്ധിമുട്ട് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇനി നമ്മൾ ഇതിൻ്റെ ചികിത്സയുടെ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഹോമിയോപ്പതി ചികിത്സയിൽ അവർക്ക് അലർജി എന്തുകൊണ്ടാണോ ഉണ്ടാവുന്നത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള, അതായത് അവർക്കൊരു ഫാമിലി ടെൻഡൻസി ഉണ്ടാവാൻ ചിലപ്പോൾ ചില ആളുകൾക്ക് ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവരിൽ തന്നെ ട്രിഗർ ചെയ്യാൻ പല കാരണങ്ങളും ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിൽ എന്താണോ കാരണമാവുന്നത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് ഹോമിയോപ്പതി ചികിത്സ നൽകുന്നത്. ഹോമിയോപ്പതി ചികിത്സയിൽ അലർജിക്കുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻ്റ് ആണ് ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. അവരെ സിംറ്റം കുറച്ച് കൊണ്ടുവരികയും അവരുടെ ബുദ്ധിമുട്ടുകൾ കുറച്ച് കൊണ്ടുവരികയും ചെയ്യാം. അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു ടെൻഡൻസി, അതായത് ബോഡിയുടെ ഈ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി, അതുപോലെ ഇമ്മ്യൂണോഗ്ലോബുലിൻ E ഒക്കെ കൂടി നിൽക്കുന്ന അവസ്ഥയിലൊക്കെ നമ്മൾ ആ ഇമ്മ്യൂണോഗ്ലോബുലിൻ കുറച്ച് കൊണ്ടുവരാനും, അതുപോലെ തന്നെ അവരുടെ ഈ ഒരു സെൻസിറ്റിവിറ്റി കുറച്ച് കൊണ്ടുവരാനുള്ളൊക്കെ ഹോമിയോപ്പതിക് മെഡിസിൻ വളരെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നോക്കിയിട്ട് എത്രത്തോളം അവരെ ലെവലൊക്കെ നോക്കിയിട്ട് എത്ര കാലപ്പഴക്കമുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് അവരെ ഹിസ്റ്ററിയൊക്കെ എടുത്തിട്ട് അതിനനുസരിച്ചുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റും കൂടെ നമ്മൾ അവർക്ക് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അലർജിക് ടെൻഡൻസി തന്നെ ആളുകളിൽ മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരാൾക്ക് അലർജി വരുന്നത് ചിലപ്പോൾ സ്കിൻ അലർജിയൊക്കെ ആയിട്ടായിരിക്കും ചില ആളുകൾക്ക് അലർജി കാണിക്കുന്നത്. ഇത് പിന്നീട് ചിലപ്പോൾ അവരെ ഒരു ബോഡിയിൽ മാറ്റം കൊണ്ടോ അല്ലെങ്കിൽ കാലപ്പഴക്കത്തിനൊക്കെ അനുസരിച്ച് ഇത് അവർക്ക് അലർജിക് റൈനൈറ്റീസ് ആയിട്ട് മാറാനോ അല്ലെങ്കിൽ അലർജിക് ബ്രോങ്കൈറ്റീസ് ആയിട്ടോ അല്ലെങ്കിൽ അവർക്ക് അലർജിക് ആസ്മയൊക്കെ ആയിട്ട് മാറാനുള്ള ഒരു ചാൻസ് ഭാവിയിൽ ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ കണ്ടുവരുന്നതാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഫസ്റ്റ് തന്നെ കണ്ടുപിടിച്ച് നമുക്ക് അതിന് അനുസരിച്ചുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതലായിട്ട് ബുദ്ധിമുട്ടിലേക്ക് പോകാതെ നമുക്ക് ഈ ഒരു അലർജിയെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്.